സ്റ്റോറി സപ്തപതിയിലെ കനലുകൾ ഭാഗം 5. രചന ദർശന ദേവു. അവതരണം ദർശന ദേവു. എഡിറ്റിംഗ് ദർശന ദേവു. അന്ന് വൈകുന്നേരം കാശിനാഥനും കുടുംബവും ആൽഫിനെ കാണാനായി ഐസക് സൈമന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ആൽഫിന്റെ അവസ്ഥ കണ്ട് നെഞ്ചുപൊട്ടിയ ആത്മജ് അവന്റെ കൈകളിൽ പിടിച്ചു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, എന്റെ ഏട്ടൻ ചെയ്ത വലിയ കുറ്റത്തിന് വേണമെങ്കിൽ ഞാൻ നിന്റെ കാലുപിടിക്കാംഡ. പക്ഷേ നീ ഇനിയും ഇങ്ങനെ മുറിക്കുള്ളിൽ അടച്ചിരിക്കരുത്. 1000 സോറിഡ എന്റെ ചെങ്കേ. നീ നിന്റെ പഴയ ജീവിതത്തിലേക്ക് തിരികെ വരണം. ആത്മജിന്റെ കടുത്ത നിർബന്ധത്തിനും സ്നേഹത്തിനും വഴങ്ങി ഒടുവിൽ ആൽഫിൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലുടനീളവും അവിടെ എത്തിയ ശേഷവും അവരുടെ ആ കലിപ്പനും കാന്താരിയും ലുക്കിന് യാതൊരു കുറവുമുണ്ടായിരുന്നില്ല. കാറിൽ ഇരിക്കുമ്പോൾ ആൽഫിൻ വണ്ടി അല്പം സ്പീഡിൽ ഓടിച്ചാൽ ഇഷാനി ഉടനെ ചൂടാകും. അല്ല ഡോക്ടറെ, കൈയിലെ മുറിവ് ഉണങ്ങിയതേയുള്ളൂ, സ്പീഡ് അല്പം കുറച്ചുകൂടി. എനിക്ക് ജീവനിൽ കൊതിയുള്ളതാണ്. അതിന് ആൽഫിന്റെ വക കടുത്ത കലിപ്പൻ മറുപടി അപ്പോൾ തന്നെ എത്തും. വണ്ടി ഓടിക്കുന്നത് ഞാനാണ്, നീ അവിടെ മിണ്ടാതെ സീറ്റിൽ ഇരുന്നാൽ മതി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടുത്തെ സ്റ്റാഫും സഹപ്രവർത്തകരുമെല്ലാം ആൽഫിനെ നിറഞ്ഞ സ്നേഹത്തോടെയും വലിയ ആദരവോടെയുമാണ് സ്വീകരിച്ചത്. അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച് തങ്ങൾക്കു പറ്റിയ വലിയ തെറ്റിദ്ധാരണക്ക് അവർ ആൽഫിനോട് പരോക്ഷമായി ക്ഷമ ചോദിക്കുകയും ചെയ്തു. എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്നേഹം കണ്ടപ്പോൾ ആൽഫിന്റെ മനസ്സിലെ ബാക്കി കിടന്ന വിഷമങ്ങൾ കൂടി മഞ്ഞുപോലെ അലിഞ്ഞുപോയി. എങ്കിലും ഇഷാനിയുടെ മുന്നിൽ തന്റെ കലിപ്പ് അല്പം പോലും കുറയ്ക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ ഇഷാനി പതുക്കെ ആൽഫിന്റെ ക്യാബിനിലേക്ക് വന്ന്, എങ്ങനെയുണ്ട് ഡോക്ടർ സാറേ, ഇന്നത്തെ ദിവസം ഓക്കെയല്ലേ എന്ന് ചോദിച്ച് കണ്ണിറുട്ടുമ്പോൾ ആൽഫിൻ ഉള്ളിലെ കള്ളച്ചിരി പുറത്തു കാണിക്കാതെ മുഖം തിരിച്ച് ഗൗരവത്തിൽ ഇരിക്കും. അതേസമയം ആ വലിയ ചതിയുടെ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തായതോടെ സമൂഹത്തിന് മുന്നിലും സ്വന്തം തറവാട്ടുകാർക്ക് മുന്നിലും തലയുയർത്തി നിൽക്കാൻ കഴിയാതെ ആത്മിക്ക് നാടുവിട്ടുപോയിരുന്നു. സ്വന്തം വ്യക്തിത്വം ഒളിപ്പിക്കാൻ വേണ്ടി 2 പാവം മനുഷ്യരുടെ ജീവിതം തകർത്ത അവനെക്കുറിച്ച് പിന്നീട് ആരും ഒരന്വേഷണവും നടത്തിയില്ല. സ്നേഹിച്ച പെണ്ണും ജീവനായ കൂട്ടുകാരനും സ്വന്തം അച്ഛനും അനിയനും വരെ അവനെ പൂർണ്ണമായി കൈവിട്ടു കഴിഞ്ഞിരുന്നു. ഇന്ദ്രപ്രസ്ഥൻ തറവാട്ടിൽ നിന്നും ആത്മിക്ക് എന്ന പേര് പോലും പതുക്കെ മാഞ്ഞു തുടങ്ങി. തന്റെ ഏട്ടൻ ചെയ്ത വലിയ പാപത്തിന് സാക്ഷിയാക്കേണ്ടി വന്നതിന്റെ കടുത്ത സങ്കടത്തിലും ആൽഫിന്റെ ജീവൻ തിരികെ കിട്ടിയെന്ന വലിയ ആശ്വാസത്തിലും കഴിഞ്ഞിരുന്ന ആത്മജും കുടുംബവും പിന്നീട് അധികനാൾ നാട്ടിൽ നിന്നില്ല. ആൽഫിനും ഇഷാനിയും ഒന്നിച്ച സ്ഥിതിക്ക് ഇനി തങ്ങൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ലെന്നും തങ്ങളുടെ ജോലിയും ജീവിതവുമായി വിദേശത്തേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്നും ആത്മജ് തീരുമാനിച്ചു. അങ്ങനെ ആത്മജും കുടുംബവും തങ്ങളുടെ പ്രവാസ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയി. നാടകീയമായ വലിയ വഴിത്തിരിവുകൾക്കൊടുവിൽ നഷ്ടപ്പെട്ട വിശ്വാസങ്ങൾക്കും തകർന്ന മനസ്സുകൾക്കുമിടയിൽ നിന്നും ആൽഫിനും ഇഷാനിയും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുകയായിരുന്നു. പുറമെ പരസ്പരം വഴക്കിട്ടും കുറ്റപ്പെടുത്തിയും വാശിപിടിച്ചും മുന്നേറുന്ന ആ കൊച്ചു കലിപ്പനും കാന്താരിയും ജീവിതം അവർക്കിടയിലെ സ്നേഹത്തെ ഉള്ളിൽ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരുന്നു. ഹോസ്പിറ്റൽ ഡ്യൂട്ടിയും വീട്ടുവിശേഷങ്ങളുമായി ദിവസങ്ങൾ കൊഴിഞ്ഞുപോയതോടെ ആൽഫിന്റെയും ഇഷാനിയുടെയും ജീവിതത്തിലേക്ക് വലിയൊരു സന്തോഷവും സമാധാനവും തിരികെ വന്നു. കുഞ്ഞു ഇസ ഇപ്പോൾ ഇഷാനിയുടെ ജീവനായി മാറിയിരുന്നു. രണ്ടുപേരും കൂടി ഒന്നിച്ചാൽ പിന്നെ ആ വീട്ടിൽ വലിയൊരു കോലാഹലം തന്നെയായിരിക്കും. ആൽഫിന് നല്ല അസൽ പണി കൊടുക്കാൻ ഇഷാനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആയുധം കൂടിയായിരുന്നു ഇസമോൾ. ചിലപ്പോൾ ഇഷാനി പതുക്കെ ഇസയുടെ ചെവിയിൽ എന്തെങ്കിലും രഹസ്യം ഓതിക്കൊടുക്കും. കുഞ്ഞു ഇസ ഉടനെ ഓടിച്ചെന്ന് ആൽഫിന്റെ അരികിൽ നിൽക്കും. ഡോക്ടർ അങ്കിളേ, അങ്കിൾ ഇപ്പോൾ കഷണ്ടി വരാൻ തുടങ്ങിയ ഫിലിം ആക്ടറെ പോലെയുണ്ട്, ഇഷുചേച്ചി പറഞ്ഞതാ എന്ന് ഇസ കൊഞ്ചിക്കൊണ്ട് പറയുമ്പോൾ ആൽഫിൻ ചായ കുടിക്കുന്നത് പോലും നിർത്തി ഇഷാനിയെ കണ്ണിരുട്ടി നോക്കും. ഇഷാനി അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ അവിടെയിരുന്ന് കള്ളച്ചിരി ചിരിക്കുന്നുണ്ടാകും. മറ്റു ചിലപ്പോൾ ആൽഫിൻ കാണാതെ അവന്റെ ഫോൺ ഒളിപ്പിച്ചു വെക്കാനും കാപ്പിയിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പിടാനും ഒക്കെ ഇസകൊണ്ട് ഇഷാനി ചെയ്യിക്കും. ആൽഫിൻ ദേഷ്യപ്പെട്ടു വരുമ്പോൾ ഇസ മുന്നിൽ വന്നു നിന്ന്, ഞാനാ ചെയ്തത്, അങ്കിൾ എന്നെ തല്ലുമോ എന്ന് ചോദിച്ചാൽ പിന്നെ കലിപ്പൻ ഡോക്ടർ ആകെ പാവമായി പോകും. അങ്ങനെ ഇസയെ മുൻനിർത്തി ഇഷാനി നൽകുന്ന കുസൃതിപ്പണികൾ ആൽഫിന്റെ കലിപ്പ് മാറ്റാൻ നല്ല ഒന്നാന്തരം മരുന്നായി മാറി. അതിനിടയിൽ ഇഷാനിയുടെ അച്ഛൻ രാജേന്ദ്രനും അമ്മ ജലജയും ഇടയ്ക്കിടയ്ക്ക് മകളെയും മരുമകനെയും കാണാൻ ഐസക് സൈമന്റെ വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. പഴയ പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം മാറി ആൽഫിനെ അവർ സ്വന്തം മകനെപ്പോലെയാണ് ഇപ്പോൾ കണ്ടിരുന്നത്. അങ്ങനെയൊരു ദിവസം ഇഷാനിയുടെ ജീവനായ കൂട്ടുകാരി ലിഡിയ അവളെ കാണാനായി വീട്ടിലെത്തി. നിശ്ചയദിവസത്തെ ബഹളങ്ങൾക്കും തകർച്ചകൾക്കും ശേഷം ഇഷാനിയെ ഇത്രയും സന്തോഷവതിയായി കണ്ടപ്പോൾ ലിഡിയയുടെ മനസ്സും നിറഞ്ഞു. ലിഡിയ ഇഷാനിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവളെ സ്നേഹത്തോടെ ചേർത്തുപിടിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു, ഡീഷു, അന്ന് നീന്റെ നിശ്ചയദിവസം മേക്കപ്പ് റൂമിൽ വെച്ച് നീ എന്നെ കളിയാക്കി ചോദിച്ചില്ലേ, ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ ദേഷ്യപ്പെട്ടെങ്കിലും ഇപ്പോൾ നീ പറഞ്ഞതുപോലെ എനിക്ക് ആ ആഹാന ശരിക്കും ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ മനസ്സ് തമ്മിൽ അത്രയ്ക്കടുത്തു. അതുകൊണ്ട് ഉടൻ തന്നെ ഞങ്ങളുടെ വിവാഹം പ്രതീക്ഷിക്കാം. കൂട്ടുകാരിയുടെ ആ വലിയ പ്രണയസാഫല്യത്തിന്റെ കഥ കേട്ടതും ഇഷാനി സന്തോഷം കൊണ്ട് കണ്ണം ഇഴിച്ചുപോയി. അവൾ ലിഡിയയെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. കൂട്ടുകാരിയുടെ ആ വലിയ പ്രണയസാഫല്യത്തിന്റെ കഥ കേട്ടതും ഇഷാനി സന്തോഷം കൊണ്ട് കണ്ണം ഇഴിച്ചുപോയി. അവൾ ലിഡിയയെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആഹാ, അന്ന് ഞാൻ വെറുതെ കളിയാക്കി പറഞ്ഞതാണെങ്കിലും ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടെടി. എന്തായാലും എന്റെ നാത്തൂൻ ലുക്കിൽ നീ അന്ന് തിളങ്ങിയതുപോലെ ഇനി നിന്റെ കല്യാണപ്പെണ്ണായുള്ള ആ വരവ് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്.
തന്റെ ജീവിതത്തിൽ ഉണ്ടായ കൊടുങ്കാറ്റുകളെല്ലാം ഒടുങ്ങി ആൽഫിന്റെ സ്നേഹവും ഇസയുടെ കുറുമ്പുകളും സ്വന്തം കുടുംബത്തിന്റെ തണലും കൂട്ടുകാരിയുടെ സന്തോഷവാർത്തയും ഒക്കെയായപ്പോൾ ഇഷാനിയുടെ ജീവിതം വീണ്ടും മനോഹരമായ ഒരു പൂന്തോട്ടമായി മാറുകയായിരുന്നു. തുടരും. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.